അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങും എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാഹുവിനെയും ഔലിയാക്കളെയും ചില ആളുകൾ തെറിയഭിഷേകം ചെയ്ത് ചീത്ത പറഞ്ഞപ്പോൾ അല്ലാഹു കൊടുത്തൊരു അദാബാണ് എന്റെ വചനം അവിടെ ഓതരുത്, അവിടെ ഖുർആൻ ഓതരുത് എന്ന് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് ബിദ്അകളുടെ ജനാസയുടെ അടുക്കൽ ഖുർആൻ വേണ്ടെന്ന് അല്ലാഹു തീരുമാനിച്ചത്. അത് അവർ തീരുമാനിച്ചതല്ല, അല്ലാഹുവിന്റെ അജലംഘനീയമായ തീരുമാനമാണ്. അങ്ങനെയുള്ള ആളുകളുടെ ജനാസ കൊണ്ടുപോകുമ്പോ, മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ഔലിയാക്കളെയും അമ്പിയാക്കളെയും അലോസരപ്പെടുത്തി തെറി പറഞ്ഞത് കൊണ്ട് എന്റെ പേര് കൂടെ പാടില്ല എന്ന നിലക്കാണ് അവരെ ജനാസ കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലാത്തത്. നേരെ മറിച്ച് മദ്ഹ് പറഞ്ഞ് മൗലിദ് ഓതുന്ന സുന്നികൾ പോകുമ്പോ അവരുടെ ജനാസയിൽ അല്ലാഹുവിന്റെ ദിക്റുണ്ട്. വല ദിക്റുല്ലാഹി അക്ബർ. അത് വല്ലാത്തൊരു സംഭവമാണ്, വല്ലാത്തൊരു വിഷയമാണ്. ആ നിലക്കായിരിക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് യാത്ര പോവേണ്ടത്. അതേ റഹ്മത്തിന്റെ മലക്ക് വേണം. കാരണം മരിക്കുമ്പോ നാട്ടുകാരില്ല, വീട്ടുകാരില്ല, കൂട്ടുകാരില്ല, ആരോരും ഹെൽപ്പിനില്ലാത്ത ആ ലോകത്ത് അതേ മലക്കുകളുടെ അകമ്പടി വേണം. മാത്രമല്ല ഖൽബുകൾ ഇമാലത്താവണം, ഖൽബുകൾ മുഴുക്കണം, ദുആയിരക്കണം. ഇവിടെ ഉസ്താദുമാര് വഫാത്തായപ്പോ വന്യരായ ശംസുൽ ഉലമ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ, വന്യരായ കണ്ണിയത്ത് ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞപ്പോ, വന്യരായ ചെറുശോല ഉസ്താദ് വഫാത്തായപ്പോ ജനലക്ഷങ്ങൾ ഉണ്ടായില്ലേ അവർക്ക് വേണ്ടി ജനാസ നിസ്കരിക്കാൻ. വന്യരായ പാണക്കാട് തങ്ങൾ വഫാത്തായപ്പോ വന്യരായ ബഹുമാനപ്പെട്ട ആറ്റത്തങ്ങളും അതുപോലെ അവേലത്ത് തങ്ങളും അതുപോലെയുള്ള ഫളൽ തങ്ങളും സയ്യിദന്മാരൊക്കെ വഫാത്തായപ്പോ ആയിരക്കണക്കിന് ആളുകളില്ലേ ഖുർആൻ ഓതാൻ, ആയിരക്കണക്കിന് ആളുകളില്ലേ ദിക്ർ ചൊല്ലാൻ, ആയിരക്കണക്കിന് ആളുകളില്ലേ ദുആയിരക്കാൻ. ഞാനും നിങ്ങളും മരണപ്പെട്ടാൽ ആരാണ് ഉണ്ടാവുക എന്നറിയില്ല. സ്വാലിഹീങ്ങളുടെ ജനാസ കൊണ്ട് അല്ലാഹു നമ്മുടെ ജനാസയെ ഭംഗിയാക്കട്ടെ, ധന്യമാക്കട്ടെ. അതുകൊണ്ട് മലക്കുകൾ വരണം. നോക്കൂ നിങ്ങൾ, ഒരു ചെറുപ്പക്കാരൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് 3-ാമത്തെ വയസ്സ് മുതൽ തഹജ്ജുദ് നിസ്കരിക്കാൻ വരെ ഉണ്ടായിരുന്ന അല്ലാഹുവിന്റെ റസൂൽ തലയിൽ കൈവച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം നൽകാൻ അല്ലാഹുവോട് ദുആയിരുന്ന് ആശീർവദിച്ച വലിയ വ്യക്തിത്വമല്ലേ. 11-ാമത്തെ വയസ്സ് മുതൽ അവിടുന്ന് ഫത്വ കൊടുക്കുന്ന മെമ്പറാ. 20-ാമത്തെ വയസ്സിൽ സ്വഹാബത്തിൽ നിന്ന് പ്രമുഖർക്കും താബീങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾക്കും മദീന പള്ളിയിൽ വെച്ച് ദർസ് നടത്തുമ്പോ പെട്ടെന്ന് 2 കാഴ്ചയും അങ്ങ് പീസായി പോയി. ഭാഗ്യഭാഗത്തേക്ക് കണ്ണുണ്ട്, കാഴ്ചയില്ല. ഉടനെ തന്നെ അവിടുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. എന്തേ ഉസ്താദ് ചിരിച്ചത്? ഒന്നുമല്ല, എന്റെ കാഴ്ച ഇതുവരെ എനിക്ക് കാഴ്ച തന്ന അല്ലാഹു അതങ്ങോട്ട് തന്നെ പിൻവലിച്ചിട്ടുണ്ടല്ലോ. അതെ, ഇതുവരെ എനിക്കല്ല ലോകം കാണാൻ എന്റെ എല്ലാമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ മുഖം കാണാൻ എനിക്ക് അവസരം നൽകിയല്ലോ. 20-ാമത്തെ വയസ്സിലല്ലേ കൊണ്ടുപോയത്. ഇനി ഈ കണ്ണുകൊണ്ട് ഹറാമ് കാണുമെന്ന പേടിയില്ല. ഇത്ര കാലം ഞാൻ പരമാവധി സൂക്ഷിച്ചു. അതേ, എന്റെ ചെവിയിൽ പഞ്ഞി തിങ്ങി കളിച്ചു നടന്നു. ഇനി എനിക്ക് എന്റെ കണ്ണ് ഹറാമിലേക്ക് നോക്കുന്നത് നോക്കാൻ എന്റെ സമയം വിനിയോഗിക്കേണ്ടതില്ലല്ലോ. എന്നാൽ ഇൻകാനല്ലാഹു ഖദ്ദഹബ ബിനൂരി ഐനി
വമാ ദഹബ ബിനൂരി ഖൽബി. എന്റെ കണ്ണിന്റെ കാഴ്ചയാണ് റബ്ബ് കൊണ്ടുപോയതെങ്കിൽ എന്റെ ഖൽബിന്റെ കാഴ്ച കൊണ്ടുപോയിട്ടില്ലല്ലോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു പറഞ്ഞുവെങ്കിൽ അവിടുന്ന് 30-ാമത്തെ വയസ്സിൽ അതല്ലെങ്കിൽ 34-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുന്നു. ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടി ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനായ ആ വലിയ പണ്ഡിതന്റെ ജനാസയിൽ പങ്കെടുക്കാനുണ്ടായി. അതേ ആളുകൾ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, കട്ടിലിൽ വെക്കുന്നു. ഉടനെ അതാ ഒരു പക്ഷി വന്നിരിക്കുന്നു, വെളുത്ത പക്ഷി. ആളുകൾ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പക്ഷി കഫംപുടയുടെ ഉള്ളിലേക്ക് അങ്ങ് പോകുന്നു. ആളുകൾ കഫംപുട പൊന്തിച്ചു നോക്കി, പായ പൊന്തിച്ചു നോക്കി, കട്ടിൽ പൊന്തിച്ചു നോക്കി, ഒരു കാഴ്ചയുമില്ല, പക്ഷിയെ കാണാനില്ല. സ്വഹീഹായ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് പ്രിയപ്പെട്ടവരെ. പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു, കാണുന്നില്ല ഈ പക്ഷിയെ. ഖബറിലേക്ക് അങ്ങ് വെച്ചപ്പോൾ ഖബറിൽ നിന്ന് പാറുമ്പോ കൂട്ടത്തിൽ ഒരുപാട് വെളുത്ത പക്ഷികൾ ആ മരക്കൊമ്പിലിരുന്നു കൊണ്ട് കൊക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടി പറയുന്നു, യാ അയ്യതുഹൽ നഫ്സുൽ മുത്മഇൻ ഇർജി ഇലാ റബ്ബികി റാളിയതൻ മർളിയ. സുന്നികളുടെ ഖബറിൽ കേട്ടിട്ടില്ലേ തൽഖീൻ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ഖബറിൽതാ തൽഖീനിന്റെ അവസാനത്തെ ഭാഗം പാരായണം ചെയ്യുന്നു. മുജാഹിദ് റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൈദപ്പടി മുജാഹിദല്ല, താബീങ്ങളിൽപ്പെട്ട പ്രമുഖനായ ബഹുമാനപ്പെട്ട മുജാഹിദ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുക്കുന്നു, അത് അല്ലാഹുവിന്റെ മലക്കുകളാണ്. തതനസ്സലു അലൈഹിമുൽ മലായിക. സത്യവിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ അവതരിക്കുമെന്നത് ഖുർആൻ പറഞ്ഞതല്ലേ? ഖുർആൻ നിർത്തുന്നില്ല, അതേ മലക്കുകൾ ഇറങ്ങുന്നത് കാണുന്നുണ്ട്. ഇന്നൊരു അന്ധവിശ്വാസമുണ്ട്, മരിച്ചവർക്ക് കാണാൻ കഴിയൂല, മരിച്ചവർക്ക് കേൾക്കാൻ കഴിയൂല, മരിച്ചവർക്ക് യാതൊരു കഴിവുമില്ല എന്നൊരു അന്ധവിശ്വാസം. അത് ഖുർആനിന്റെ ലംഘനമാണ്. ഖുർആൻ പറയുന്നു മലക്കുകളെ കാണും. അല്ലാ തഖാഫു വലാ തഹ്സനു. മയ്യിത്തിനോട് പറയുന്നു നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ മുഷിയണ്ട എന്ന് പറയും. ആ പറയുന്നത് അവർ കേൾക്കുമെന്ന് വിശ്വസിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. അത് തന്നെ സുന്നികളും അംഗീകരിക്കുന്നു. അല്ലാഹു ആ കൂട്ടത്തിൽ മരണം വരെ നമ്മെ നിലനിർത്തി തെരുമാറാവട്ടെ. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയോ അങ്ങയെ സ്നേഹിക്കുന്ന ഉമ്മത്തിനെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ഈ ഒട്ടകം ദുആയിരുന്നപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാ. ഇതാണ് ഒട്ടകത്തിന്റെ ഒന്നാമത്തെ ദുആ. രണ്ടാമത് നബി തങ്ങൾ ആ വില കൊടുത്തു വാങ്ങിയ ഒട്ടകം ശബ്ദിച്ചതിന് ഹബീബ് ആമീൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയെ സ്നേഹിക്കുന്ന അങ്ങയുടെ ഉമ്മത്ത് ഖബർ എന്ന കല്ലറയിൽ അകപ്പെടുമ്പോ അവരെ സംബന്ധിച്ചത് പ്രവിശാലമായ ലോകമാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരാ, സഹോദരി, നമുക്ക് ഖബർ വരാനുണ്ട്. ഒരു റൂമിന്റെ ഉള്ളിൽ പുറത്തേക്ക് കുറ്റിയിട്ടാൽ എത്ര കാലം അവിടെ നിൽക്കാൻ കഴിയും? പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലോക്കപ്പിലിട്ടാൽ കിട്ടാവുന്ന രാഷ്ട്രീയ പ്രതിനിധികളെയും ജനപ്രതിനിധികളെയും സമീപിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണാൻ നോക്കാറില്ലേ? എന്നാൽ ഖബർ എന്ന കല്ലറയുണ്ട്.
ഉമ്മമാരെ, സഹോദരിമാരെ, സ്വന്തം മേനിയഴക് മറ്റുള്ള ആളുകൾക്ക് പ്രദർശിപ്പിച്ച് ചാഞ്ഞും ചെരിഞ്ഞും ചാഞ്ചാടിയും നടക്കുന്നുണ്ടോ? ആ കവിൾത്തടം പുഴുവിനുള്ളതാ. വയറിന്റെ ഭാഗം 40ാമത്തെ ദിവസം പൊട്ടിയൊലിക്കലാ. വീട്ടിൽ ഒരു ചത്ത എലിയുടെ വാല് ഉണ്ടെങ്കിൽ സ്മെല്ല് സഹിക്കാൻ കഴിയുന്നില്ല. ഭക്ഷണം കഴിക്കാൻ അറപ്പാണ്, വെറുപ്പാണ്. എന്നാൽ ഖബറിൽ ചീഞ്ഞളിഞ്ഞ് കിടക്കുമ്പോരവസ്ഥ ആലോചിച്ചു നോക്കൂ. സത്യവിശ്വാസികളുടെ ആത്മാവ് സ്വർഗത്തിലാണ്. അവർക്കിത് ബാധകമല്ല. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ ഖബറിലുണ്ട്. എത്രയോ ആളുകൾ ഖബറെന്ന കല്ലറയിലാണെങ്കിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശാലമാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, മല്ലിശ്ശേരി പള്ളിയുടെയും ചേനാമ്പറമ്പ് പള്ളിയുടെയും എലങ്കുളം പള്ളിയുടെയും അതുപോലെയുള്ള ഖബർസ്ഥാനുകളെയും കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഖബർസ്ഥാനിന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള പ്രിയപ്പെട്ട മകനെ, 4000 ചില്ലാനം കിലോമീറ്റർ ദൂരമുള്ള മകനെ ബന്ധപ്പെടാൻ, വിവരം അറിയാൻ സംവിധാനമുണ്ട്. കേവലം 50 മീറ്റർ മാത്രം ദൂരെയുള്ള ബാപ്പയെ ബന്ധപ്പെടാൻ സംവിധാനം എവിടെ? ഫോൺ കമ്പിലേറ്റർ മുഴുവനും നിലച്ചില്ലേ? അവർക്കുള്ള ഹാലറിയാത്ത അത്ഭുതമല്ലേ? എല്ലാം പോയി, ഒരുപാട് ആളുകൾ പോയി. അല്ലാഹു തആല നമുക്ക് അവിടെ സന്തോഷം നൽകുമാറാവട്ടെ. അവിടെ സന്തോഷം കിട്ടാനുള്ള മാർഗമാണ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. ഇശാ മഗ്രിബിന്റെ ഇടയിലൊക്കെ സീരിയലിന്റെയും മറ്റും പിന്നാലെ പോകുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടോ? ഒന്ന് ഓർക്കുക, പരലോകം, ഖബറെന്ന കല്ലറ. അതേ പൂർവീകർ അത് ചിന്തിച്ചിരുന്നു. അവർ യാസീൻ ഓതുന്നവരാണ്, മുൽക്ക് ഓതുന്നവരാണ്.